ഇവർക്ക് രണ്ടാമത്തെ കുഞ്ഞ് ഉദരത്തിലായിരുന്ന സമയത്ത് ഡെലിവറിയുടെ സമയം അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 36ാമത്തെ വീക്കായിരുന്നു. റെഗുലർ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ താൻ പറഞ്ഞു 2 ആഴ്ചയായിട്ടൊരു അല്പം ബുദ്ധിമുട്ട്, തനിക്ക് വയറിൻ്റെ ഭാഗത്ത് വലിഞ്ഞു മുറുകുന്നത് പോലെയും ലൂസാകുന്നില്ല, ആ കോൺട്രാക്ഷൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് വേഗത്തിൽ അഡ്മിറ്റ് ചെയ്തു. എന്നാൽ സൺഡേ താൻ പരിശോധിക്കുന്ന സമയത്ത് ഇന്ന് തന്നെ ഒരു സഡനായിട്ടൊരു ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കണം എന്ന രീതിയിൽ കാര്യങ്ങൾ ഗുരുതരമായി. പക്ഷെ ആ സമയത്ത് യൂണിറ്റുകൾ പലതും അന്ന് സൺഡേ ആയതുകൊണ്ടും വേറെ സർജറി ഒന്നും ഇല്ലാത്തത്, ഓപ്പറേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പല യൂണിറ്റുകളും ആ ഹോസ്പിറ്റലിൽ അന്ന് വർക്കിംഗ് ആയിരുന്നില്ല. ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ, മെഷീൻ ഓപ്പറേറ്റേഴ്സ്, അങ്ങനെ പലരും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഡോക്ടർ തന്നെ എല്ലാവരെയും വിളിച്ചു വരുത്തി വേഗത്തിൽ ധന്യയെ ഓപ്പറേഷൻ വേണ്ടി കയറ്റി. എന്നാൽ താൻ ആ സർജറിക്ക് വിധേയമായ സമയത്താണ്, ഓപ്പറേഷൻ വിധേയ സമയത്താണ് അറിയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അകത്ത്. പിന്നീടാണ് ഇവർ അറിയുന്നത്, നമ്മുടെ ചർച്ചിൽ കൂട്ടായ്മയിൽ തന്നെയുള്ള ഡോക്ടർ തൻ്റെ ഫ്രണ്ടായിരുന്നു, തന്നോട് പറഞ്ഞു ഒരുപക്ഷെ ആദ്യത്തെ ഡെലിവറിയുടെ സമയത്താകാം, സിസേറിയൻ നടത്തിയ സമയത്ത് സംഭവിച്ചതാകാം, യൂട്രസ് വയറിനകത്തെ പല ഓർഗൻസിൻ്റെ കൂടെ ഒട്ടിയിരിക്കുകയായിരുന്നു. ഈ ഡോക്ടർ പറയുന്നത് അവരുടെ ജീവിതത്തിൽ പല കോംപ്ലിക്കേറ്റഡ് ഡെലിവറികൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിലും, സിസേറിയനുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഇങ്ങനത്തെ ഒരു അനുഭവം അവർക്ക് ആദ്യമായിട്ടായിരുന്നു. തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങിയ ശേഷം 1 മണിക്കൂറായിട്ടും ഇവർക്കത് ക്ലോസ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ, കുഞ്ഞിനെ എടുക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രശ്നങ്ങളായി. കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, യൂട്രസിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളായി. എന്നാൽ എല്ലാവരും ആ സമയത്ത് നമ്മുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചു. ഡാമിൻ ബ്രദറും ഷമ സിസ്റ്ററും എല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്ഭുതകരമായിട്ട് ആ കുഞ്ഞിൻ്റെ ഡെലിവറി നടന്നു. എന്നാൽ അതിനിടയിൽ സത്യത്തിൽ വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് അതിനിടയിൽ ആയിരുന്നു. ഇവരത് അറിയുന്നില്ല. കാരണം ഇത്രയും സാധാരണ വിപിൻ പറഞ്ഞത് 10-15 മിനിറ്റ് കൊണ്ട് ഒന്നാമത്തെ കുഞ്ഞിൻ്റെ സിസേറിയൻ എല്ലാം ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ എല്ലാം തീർന്നു. എന്നാൽ ഇത് ഇവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനിടയിൽ ഡോക്ടർ തൻ്റെ സീനിയറായിരിക്കുന്ന മറ്റു ഡോക്ടറെ വിളിച്ചു വരുത്തി, സൺഡേ ആണല്ലോ, സഹായത്തിനു വേണ്ടി വിളിച്ചു വരുത്തി. ആ ഡോക്ടറും കൂടെ വന്നിട്ട് 2 പേരും ചേർന്നിട്ടാണ് കുഞ്ഞിനെ എടുത്തത്. എന്നാൽ ജനനശേഷവും കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ഡോക്ടർ വിപിനെ വിളിച്ചിട്ട് പറഞ്ഞ ഇങ്ങനെയായിരുന്നു, തലച്ചോറിൻ്റെ അവിടെ ബ്ലീഡിങ് ഉണ്ട് കുഞ്ഞിന്. മറ്റൊന്ന് ഹാർട്ടിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ശ്വാസതടസ്സം ഉണ്ടായിരുന്നു, നോർമലായിട്ടുള്ള ബ്രീത്തിങ് ഉണ്ടായിരുന്നില്ല. കുഞ്ഞിനെ പുറത്തെടുത്ത ശേഷം ഡോക്ടറിന് പോലും സംശയമായിരുന്നു കുഞ്ഞിന് ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട് എന്തു കുഞ്ഞാണ് എന്ന് ചോദിക്കുമ്പോൾ ആരും പറയുന്നില്ല. നേഴ്സിനോട് ചോദിക്കുന്നു, അടുത്ത നേഴ്സിനോട് ചോദിക്കുന്നു, പക്ഷെ അവരാരും റിപ്ലൈ കൊടുക്കുന്നില്ല. കുഞ്ഞെന്താണെന്നോ കുഞ്ഞിനെ കിട്ടിയെന്നോ അവരാരും സംസാരിക്കുന്നില്ല. എന്നാൽ കുറേ സമയത്തിന് ശേഷം കുഞ്ഞ് കരഞ്ഞപ്പോഴാണ് ഡോക്ടർ വന്ന് പറഞ്ഞത് ആൺകുട്ടിയാണെന്ന്. കാരണം അവർക്ക് ഒരു റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്റ്റേജിലായിരുന്നു. എന്നാൽ കർത്താവ് ആരോഗ്യത്തോടെ കുഞ്ഞിനെ നൽകി. തനിക്ക് ചില ബുദ്ധിമുട്ടുകൾ ആ സമയത്തുണ്ടായിരുന്നു. ഇതുപോലെ പറഞ്ഞതുപോലെ തന്നെ ബ്ലീഡിങ്, ഹെമറേജ് ബ്രെയിനിൻ്റെ ചുറ്റുമുണ്ടായിരുന്നു, ഹാർട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു, ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. 8 ദിവസത്തോളം NICUലായിരുന്നു. 7 ദിവസവും വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നില്ല, ഒന്നും പറയാൻ സാധിക്കുന്നില്ല എന്ന രീതിയിലാണ് ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ 8ാമത്തെ ദിവസമായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് സഡനായിട്ട് കുഞ്ഞിൻ്റെ മേൽ വന്നിരിക്കുന്നു, ഇവരെ നിങ്ങൾക്ക് NICUയിൽ നിന്ന് നാളെ തന്നെ മാറ്റാം, നോർമൽ റൂമിലേക്ക് കൊണ്ടുവരാം. ഈ ഒരു 4 മാസമായി ഇപ്പോൾ കുഞ്ഞ് ജനിച്ചിട്ട്. ഈ 4 മാസത്തിനകത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതെല്ലാം ക്രമേണ പൂർണ്ണമായി മാറുകയും ആമേൻ ഒരു ട്രീറ്റ്മെൻറ്റ് കൂടാതെ തന്നെ എല്ലാം നോർമൽ സ്ഥിതിയിലേക്ക് വരുന്ന രീതിയിലേക്ക് കർത്താവ് അവർക്കൊരു അത്ഭുതകരമായി സുന്ദരനായ ഒരു കുഞ്ഞിനെ കൊടുത്തു. ആമേൻ. അതിനിടയിൽ ഗ്ലാമർ ബോയ് ഇതിനിടയിൽ ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഡിസ്ചാർജ് ചെയ്ത് വന്നെങ്കിലും ഇടയ്ക്ക് വെച്ച് ഒരു ബ്ലഡിൽ ഇൻഫെക്ഷൻ വന്നായിരുന്നു കുഞ്ഞിന്. ബ്ലഡിൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഇൻഫെക്ഷൻ ബ്ലഡിലായിരുന്നു അവരുണ്ടായിരുന്നത്. അതിനുശേഷം ഡോക്ടർ ഈ ഇൻഫെക്ഷൻ ഏതെങ്കിലും ഓർഗൻസിന് ബാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരുപാട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. പിന്നെ നട്ടലിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് എടുത്തിട്ട് അയക്കുക ചെയ്തു. ശരിക്കും ഇത്രയും ചെറിയ കുഞ്ഞിൻ്റെ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് തന്നെയൊക്കെ അതിൻ്റെ റൂമിൻ്റെ വെളിയിലൊന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം വലിയ ആളുകളുടെ എടുക്കുന്ന വേദന തന്നെ അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത്രയും ചെറിയ കുഞ്ഞിൻ്റെ എടുക്കുന്നത്. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞ് എനിക്കത് പരിശോധിക്കണം, കാരണം കോംപ്ലിക്കേഷനോട് ജനിച്ച കുട്ടി ആയതുകൊണ്ട് എനിക്കത് പരിശോധിച്ചേ മതിയാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഈ ടെസ്റ്റിന് വേണ്ടി എല്ലാം അയച്ചു.
പക്ഷേ ഡോക്ടർ പറയുന്നത് ഇങ്ങനെയാണ്, ബ്ലഡ് ടെസ്റ്റ് ആയിക്കോട്ടെ, ഈ നട്ടലിൽ നിന്ന് എടുത്ത ഇതായിക്കോട്ടെ, അവന് യാതൊരു കുഴപ്പമില്ല. ഈ ഇൻഫെക്ഷൻ വേറൊരു ഓർഗൻസിനോ വേറെ ഒന്നിനോട്ടും ബാധിച്ചിട്ടില്ല. അവിടെ വെച്ച് തന്നെ ഡോക്ടർ വീണ്ടും തലയുടെ സ്കാനിങ് ഒന്നുകൂടി ചെയ്യിപ്പിച്ച് നോക്കിയപ്പോഴും ഡോക്ടർ പറഞ്ഞത് ആദ്യത്തേതിൽ നിന്നും ആദ്യം സ്കാൻ ചെയ്ത ഡോക്ടർ തന്നെ ആണ് ഈ പ്രാവശ്യം അവന് ചെയ്തത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ആദ്യത്തേതിൽ നിന്നും അവന് ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ബ്ലഡിൻ്റെ ഇത് വളരെ കുറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല, ഇത് 1 വർഷത്തിനുള്ളിൽ തന്നെ പയ്യെ ക്രമേണമായിട്ട് കുറഞ്ഞ് പൊക്കോളും എന്ന് പറഞ്ഞു. ശരിക്കും NICയിൽ അന്ന് രാത്രി ഞാൻ നിൽക്കുന്ന സമയത്ത് NICയിൽ എന്നെ മാത്രമാണ് കയറ്റി കാണിക്കുമ്പോൾ ഞാൻ അവൻ്റെ ഇതിനെ നിന്ന് കാണുമ്പോൾ വർഷങ്ങളായിട്ട് ഈ ശുശ്രൂഷയിൽ നിൽക്കുന്നതുകൊണ്ടും പാസ്റ്റർ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് അവിടെ ചെയ്ത് നോക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്നിട്ട് അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയാണ്, ഇവൻ മരിച്ചു പോകത്തില്ല, ഇവനൊന്നും പറ്റത്തില്ല, പക്ഷേ നീ പ്രൊഫസിയായിട്ട് കുറച്ച് കാര്യങ്ങൾ വിളിച്ചു പറയണമെന്ന് പറഞ്ഞു, പ്രവചനാത്മാവി പറയണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നപ്പോൾ ഡോക്ടേഴ്സ് ഇപ്പോൾ പല മതവിശ്വാസത്തിലുള്ളവരും വന്നുകൊണ്ട് ഡോക്ടർ വെച്ച് എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ ആളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നോട്ടാന്ന് എന്നോട് പറഞ്ഞു. അവരിങ്ങോട്ട് പറഞ്ഞു. സാധാരണ അങ്ങനെ ജനിച്ച കുട്ടികൾക്ക് പ്രാർത്ഥിക്കുന്ന ചടങ്ങ് ഏതോ മതവിഭാഗത്തിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവർ മരിച്ചു പോകുന്നതിന് മുമ്പ് അവരുടെ മാമോദീസ മറ്റു കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പ്രാർത്ഥിക്കും. അപ്പോൾ ഞാനപ്പോൾ അവിടെ നിന്നിട്ട് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി. നീ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല, നീ കർത്താവിൻ്റെ വേലയിലായിരിക്കും, കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. കർത്താവിന്റെ വേലക്കാരനാണോ? അതെ, തീർച്ചയായും ശുശ്രൂഷകനാണ് ആ കയ്യിലിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിറങ്ങുമ്പോൾ ഞാൻ തന്നെ ഷെമാൻറ്റിക്ക് ഓഡിയോ വെച്ചു. ആൻറ്റി ഇങ്ങനെ ഇച്ചിരി ഇതാണെന്ന് പറഞ്ഞപ്പോഴേക്കും ആൻറ്റി എന്നോട് പറഞ്ഞൊരു കാര്യം, വിപിനെ നീ പേടിക്കുന്നത് നിന്റെ അവസ്ഥ പഴയത് ആലോചിച്ചുകൊണ്ടാണ് നീ പേടിക്കണേന്ന് പറഞ്ഞു. ഞാൻ പണ്ട് ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. പണ്ടൊരു ഹാർട്ട് പേഷ്യൻ്റ്. അതെ, അതുകൊണ്ട് ശുശ്രൂഷയിലായി. അതെ, അത് കണ്ടാ നീ പേടിക്കുന്നത്, നിന്റെ പേടി അവിടെ നിർത്തിക്കോണമെന്ന് തന്നെ ഷെമാൻറ്റി തിരിച്ച് എനിക്കൊരു ഓഡിയോ അയച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ മുതൽ പിന്നെ പേടിക്കാൻ നിന്നില്ല. ഞാൻ തന്നെ എന്നോടും വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ തന്നെ, ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഈ സ്റ്റേജിൽ നിന്ന് ഈ ദിവസങ്ങൾ കഴിഞ്ഞു പോകും, ഈ മണിക്കൂർ കഴിഞ്ഞു പോകും, അതുകൊണ്ട് ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. ശരിക്കും അവിടെ നിന്ന് 8 ദിവസം വരെയും ഞങ്ങൾ ഹോസ്പിറ്റൽ മാറ്റിയാലോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്, ഇനി നല്ലൊരു ബെറ്റർ ട്രീറ്റ്മെൻറ്റ്. കാരണം ഒന്നും ഇത്രയും ദിവസം NIC കിടക്കുന്നു, ബില്ലുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു, അപ്പോൾ ഇനി എന്ത് ചെയ്യുന്ന അറിയത്തില്ല. പക്ഷേ 8 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പിറ്റേ റൗണ്ടിന് വന്നപ്പോഴേക്കും അവൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, വേണമെങ്കിൽ നാളെ റൂമിലോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു.